ഗുഡ് മോർണിംഗ്. അതെ, നമ്മുടെ പവിഴമല്ലിയുടെ കഥ പറഞ്ഞ സമയത്ത് കുറച്ച് ആളുകൾക്കൊരു സംശയം, ഇത് പാരിജാതമല്ലേ, ഇത് പവിഴമല്ലി അല്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കേരളത്തിലൊഴികെ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും പവിഴമല്ലി തന്നെയാണ് പാരിജാതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ കേരളത്തിൽ പവിഴമല്ലി വേറെ, പാരിജാതം വേറെ. ഇതിൻ്റെ പിക്സ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവ് തന്നെയാണ് താഴെ വീണാൽ പോലും ഭഗവാന് സ്വീകാര്യമാണ് എന്ന് അറിയപ്പെടുന്ന ഒരു സീക്രട്ട് ഫ്ലവർ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക്. കാരണം കുറേ അധികം ആളുകൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതല്ല, ഇത് പാരിജാതമാണെന്നൊക്കെ. അല്ല കേട്ടോ, ഇത് 100% ഷ്യോറാണ്, ഇത് നമ്മുടെ പവിഴമല്ലി തന്നെയാണേ. അപ്പോൾ പാരിജാതം എന്ന് പറയുന്നത് കേരളത്തിൽ വേറൊരു ഫ്ലവറാണ്. എല്ലാം തന്നെ രാത്രിയിൽ പൂത്തിട്ട് രാവിലെ പൊഴിഞ്ഞു പോകുന്ന ഫ്ലവർ ഗണത്തിൽ പെടുന്നതാണ് നമ്മുടെ പവിഴമല്ലി. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു റൊമാൻറ്റിക് സാഡ് സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ.